ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ കൂടുതൽ യുദ്ധക്കപ്പലുകൾ ഹോർമൂസ് കടക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ US സെൻട്രൽ കമാൻഡിന്റെ രണ്ട് യുദ്ധക്കപ്പലുകൾ ഹോർമൂസ് കടലെടുക്ക് കടന്നിരിക്കുന്നു. USS ഫ്രാങ്ക് ഇ പീറ്റേഴ്സൺ, USS മൈക്കൽ മർഫി. ഈ രണ്ട് കപ്പലുകളുടെയും ദൗത്യം ഈ ഹോർമൂസ് കടലിടുക്കിലുള്ള മൈനുകൾ നീക്കം ചെയ്യുകയാണ് എന്നുള്ളതാണ്. എന്നാൽ ഇതിനെതിരെ ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കപ്പലുകൾ യുദ്ധക്കപ്പലുകൾ ആരുടേതായാലും ഹോർമൂസ് കടലിടുക്ക് കടന്നു കഴിഞ്ഞാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കും. ഈ കപ്പലുകൾ കടന്നുടനെ തന്നെ ഇറാൻ പറഞ്ഞത് 30 മിനിറ്റിനകം ഈ കപ്പലുകൾ തിരിച്ചു പോയില്ല എങ്കിൽ 30 മിനിറ്റിനകം തങ്ങൾ ആക്രമിക്കുമെന്നാണ്. ഇതിന് പിന്നാലെ കപ്പലുകൾ തിരിച്ചുപോയി എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ അമേരിക്ക പറയുന്നത് തങ്ങൾ ഏറ്റെടുത്തൊരു ദൗത്യമുണ്ട്, ഹോർമൂസിൽ പാകിയിരിക്കുന്ന മൈനുകൾ നീക്കം ചെയ്യുക എന്നാണ്. അണ്ടർ വാട്ടർ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളാണ് ഈ കപ്പലിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് അതിന്റെ ദൗത്യം പൂർത്തിയാക്കി മാത്രമേ മടങ്ങൂ എന്നാണ്. ഏതായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു. യുദ്ധക്കപ്പലുകൾ ഹോർമൂസിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്ക പൂർണ്ണ രീതിയിലുള്ള ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഹോർമൂസ് ഇറാനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടുതൽ രൂക്ഷമായ യുദ്ധത്തിലേക്ക് നീങ്ങും. അത് മിഡിൽ ഈസ്റ്റിനെ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ഏതായാലും ട്രംപ് ഒരുപക്ഷെ ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ ഈ കപ്പലുകൾ അയച്ചത് ഇറാനെ പ്രഷറിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഈ ചർച്ചയിൽ അനുകൂലമായ ഒരു തീരുമാനം എടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല, കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഈ സംഭവത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.